അതായത് ഇപ്പൊ ഇത്ര പവർഫുൾ ആയ, അതായത് ആരോടും എന്തും വെട്ടിത്തുറന്ന് സംസാരിക്കുന്ന, യാതൊരു ഭയവും ഇല്ലാത്ത, എന്തും തുറന്നടിക്കാൻ കെൽപ്പുള്ള ഒരു സ്ത്രീയായി എങ്ങനെ മാറി? അത് നമ്മുടെ ജീവിതമാണ് നമ്മളെ അങ്ങനെ പഠിപ്പിച്ചത്. ജീവിതം ഇൻ ദ സെൻസ്, എന്റെ കല്യാണം 28ാമത്തെ വയസ്സിലാണ് കല്യാണം എന്ന് പറയുന്നത്. പ്രേമമൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് തന്നെ വിവാഹം അറേഞ്ച്ഡ് മാരേജ് ആണ്. എനിക്ക് മാരേജിനോട് അത്ര വലിയ, പുള്ളി ആലപ്പുഴക്കാരനാണ്. പുള്ളി ഇങ്ങനെ ഒരു ഗവൺമെന്റിലെ കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്തിരുന്ന വ്യക്തിയാണ്. അവിടെ അതായിരുന്നു പുള്ളി MBA ക്വാളിഫിക്കേഷൻ. അവരുടെ ഫാമിലിയൊക്കെ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ ഇച്ചിരി വിദ്യാഭ്യാസ കുറവ്. അതിന്റെ എല്ലാ ഇടലത്തര അവരുടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോ അമ്മായിമ്മപ്പോരൊക്കെ അത്യാവശ്യം, അതായത് സൈലന്റ് കില്ലർ എന്നൊക്കെ പറയത്തില്ല, നമ്മളിങ്ങനെ പോയിസൺ തന്ന് ആ ഒരു ടൈപ്പ്. അതായത് മിണ്ടാതിരുന്ന് നമ്മളെ ഉപദ്രവിക്കുക. ഇപ്പൊ ഷിബിൻ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഷിബിൻ മോഹൻ ഇറങ്ങി പോടി എന്റെ വീട്ടിൽ നിന്ന്, ഇത് മിണ്ടത്തില്ല. നമുക്കറിയാം നമ്മളോട് കാണിക്കുന്ന നെഗ്ലിജൻസ് ആണ്. നമുക്ക് ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ നമ്മളോട് കാണിക്കുന്ന വേർതിരിവായാലും, ഒരു ഫാമിലിയുടെ ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിലും നമ്മളോട് വേർതിരിവാണ് കാണിക്കുന്നത് അറിയാം. നമ്മൾ അവിടുത്തെ ഒരു റൂമിൽ ഇങ്ങനെ അടച്ചിട്ടിരിക്കുക. വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രം അലക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ വേണ്ടി മാത്രമാണ് നമ്മൾ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അങ്ങനെ 10 വർഷം ഞാൻ ആ വീട്ടിൽ കഴിഞ്ഞു. 10 വർഷം ഞാൻ ആ വീട്ടിൽ സഫർ ചെയ്തു എന്നുള്ളതാണ്. 2 വർഷം എന്തെങ്കിലും മറക്കാൻ കഴിയാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ? മറക്കാൻ കഴിയാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട്. മറക്കാൻ കഴിയാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ ഇവര് ബേസ് ഭർത്താവിനേക്കാൾ കൂടുതൽ ഭർത്താവിന്റെ അമ്മയുടെ ഭാഗത്തുനിന്നല്ല. അല്ലല്ല, ഭർത്താവാണ് മെയിൻ വില്ലൻ. അമ്മ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കുമല്ലോ മകൻ ഇതൊക്കെ കാണിക്കുന്നത്. അപ്പോ എന്തോ എനിക്കറിയില്ല, അവരൊരു പ്രണയവിവാഹമായിരുന്നു. അതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ഈ അമ്മായച്ചന്റെ അമ്മായിയമ്മയുടെയും എന്റെ എക്സ് അമ്മായച്ചന്റെ അമ്മായിയമ്മയുടെയും, അവരേത് അമ്മായച്ചൻ അമ്മായിയമ്മ പോലും ആ അമ്മ ചേർത്ത് വിളിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. അതായത് ഒരു പിഞ്ചു കുഞ്ഞ്, എനിക്ക് മോളുണ്ട്, അവള് 4ാം ക്ലാസ്സിലാണ് ഇപ്പൊ പഠിക്കുന്നത്. ഞാൻ പപ്പ മരിച്ച സമയത്ത്, ആദ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പപ്പ മരിച്ച സമയത്ത് ഞാൻ 7 മാസം ഗർഭിണിയായിരുന്നു. അവിടെ പപ്പ മരിച്ചെടുക്കുന്ന സമയത്ത് ഇദ്ദേഹം എന്നോട് ചോദിച്ചു. അന്നും തുടക്കം തൊട്ട് ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു 6 മാസം. എനിക്ക് താല്പര്യം ഉണ്ടായിരുന്ന വിവാഹമായിരുന്നു. താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ വെച്ച് എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നില്ല. എങ്കിലും കുഴപ്പമില്ല, എന്റെ നാട്ടുകാരാണ്, ആലപ്പുഴയോടുള്ള ഭയങ്കരമായ ഇഷ്ടം. പിന്നെ 2 പയ്യന്മാരേ ഉള്ളൂ. നമ്മുടെ വീട്ടുകാർ പറഞ്ഞിട്ട് നാത്തും പോലൊന്നും കാണത്തില്ല, നിനക്ക് സമാനത്തോടെ അവിടെ ജീവിക്കാം, അവർ അനിയച്ചാരാണോ ഉള്ളത്, അതിനകത്ത് വലിയ വിഷയങ്ങളൊന്നും. 2 ആമ്പിള്ളാരല്ലേ, പെൺകൊച്ചുങ്ങളെ ഒരു പെണ്ണുപോലെ നോക്കും. നമ്മളെ വീട്ടിൽ രാജകുമാരിയായിട്ട് കഴിയുമ്പോൾ നമ്മുടെ ചെല്ലുന്ന രാജകുമാരിയായിട്ട് നോക്കിയില്ലെങ്കിലും ഒരു മനുഷ്യ സ്ത്രീയായിട്ട് കണക്കാക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നു. പിന്നെ എഡ്യൂക്കേഷൻ ഉണ്ട്. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം ഒന്നിന്റെ മാനദണ്ഡമല്ലോ. അത് വെറുതെ ഒരിക്കലും ഇപ്പൊ ഞാൻ അംഗീകരിക്കുന്നു. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒന്നിന്റെ മാനദണ്ഡമല്ല. വിദ്യാഭ്യാസം ഉള്ളവരാണ്, വിദ്യാഭ്യാസമുള്ള വലിയ കുലീന വലിയ ജോലികളിൽ ഇരിക്കുന്നവരൊക്കെയാണ് സ്വന്തം അമ്മേനെ അച്ഛനെയൊക്കെ ഓരോ കൊലപാതകങ്ങളിൽ പങ്കുചേരുന്നു എല്ലാം. അതുകൊണ്ട് അതിലൊന്നും വലിയ മനസ്സ് ഒരിക്കലും വിദ്യാഭ്യാസം കണക്റ്റഡ് അല്ല, ഒരു കണക്റ്റഡും അല്ല. കുറച്ച് ബുദ്ധി കിട്ടുമായിരിക്കും, പക്ഷെ വിവേകം കിട്ടണം. വിവേകമില്ല, ദയയില്ല, കൈൻഡ്നസ് ഇല്ല, അവിടെ ഇല്ല. അവർക്കെല്ലാം പൈസയായിരുന്നു, എല്ലാം പൈസ. അവർക്കെല്ലാം അങ്ങോട്ട് കിട്ടണം, അങ്ങോട്ട് മേടിക്കണം, അതൊക്കെ അവർക്ക് കുറെ. അപ്പം പപ്പ അൺഎക്സ്പെക്ടഡ്ലി പപ്പ മരിക്കുന്നു, ഞാൻ പ്രഗ്നന്റ് ആണോ എന്ന് ആലോചിച്ചു. ഈ സമയത്ത് അപ്പൊ ഈ 7ാം മാസത്തിൽ ഞാൻ വളരെ ഷോക്കായിരുന്നു എനിക്ക്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പപ്പയുടെ മൃതദേഹം താഴെ കിടക്കുവാണ്, കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്നു. നമ്മൾ ജനങ്ങൾ ഒരുപാട് ആൾക്കാർ വന്ന് കാണുന്ന സമയത്ത് ഞാൻ മേളിലോട്ട് എന്തോ ബാത്റൂമിലോട്ട് പോകാനായിട്ട് കയറുമ്പോൾ ഈ മനുഷ്യൻ, എൻ്റെ എക്സ് ഹസ്ബൻഡ്, കേസ് ആയിട്ടില്ല, കേസ് കൊടുക്കാനുള്ള ആ ഒരു ഇതിൽ ആയിട്ടില്ല ഇതുവരെ. ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് ഇപ്പോൾ 1 വർഷമായി. അപ്പോൾ ലീഗലി മൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ പുള്ളി എന്നോട് കല്യാണം കഴിഞ്ഞപ്പോൾ 1 വർഷമായപ്പോഴാണ് പപ്പ മരിക്കുന്നത്. മേളിലോട്ട് കയറി പുള്ളി ഇങ്ങനത്തെ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളുണ്ട്. ഒരു 6 മാസത്തിന് ശേഷം ഉണ്ട്. കാരണം പങ്കുവച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. കാരണം ഇത് ആദ്യമായിട്ട് വിവാഹം കഴിക്കുന്ന ആമ്പിള്ളാർക്ക് എനിക്ക് തോന്നുന്നില്ല അയാൾ ഫസ്റ്റ് മാരേജ് തന്നെയാണ് എന്റെ വിശ്വാസം. ഇനി മുമ്പ് അയാൾക്ക് എന്തെങ്കിലും അലയൻസ് ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒഫീഷ്യലി ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. അപ്പോൾ ഫ്രഷ് ആയിട്ട് ഒരു പെൺകുട്ടിയെ സമീപിക്കുമ്പോൾ സ്വഭാവമായിട്ട് ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഫ്രഷ് ആയിരിക്കും, അവർക്ക് എന്ത് പറയണം. പക്ഷെ അങ്ങനെയല്ല പുള്ളിയോട് പലരും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് പുള്ളി എന്നെ ഡിഫൈൻ ചെയ്തിരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ പുള്ളി ഒരിക്കലും ഫ്രഷ് ആയിട്ട് എന്നെ സമീപിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ എല്ലാ രീതിയിലും